രാജ്യത്തെ വ്യാജ ബോംബ് ഭീഷണികളിൽ മൈസൂരു സ്വദേശി ശ്രീനിവാസ് ലൂയിസ് അറസ്റ്റിൽ. മൈസൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഇയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ 1100-ലധികം ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഇയാൾ അയച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് ചേർന്നത്. അർജുൻ, നിരവധി വ്യാജ സന്ദേശങ്ങളാണ് ഇയാൾ അയച്ചതെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പോലീസ് മൈസൂരുവിലെത്തി ഈ ശ്രീനിവാസ് ലൂയിസിനെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല അയാളെ ഒരു പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് ഇയാൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്കിടയിൽ 1100-ലധികം വ്യാജ ഇമെയിൽ സന്ദേശങ്ങളാണ് അയച്ചത് എന്നുള്ള കാര്യം കുറ്റസമ്മതമായി നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ ഇമെയിലുകൾ, ഈ ഭീഷണി സന്ദേശങ്ങൾ അയച്ചു, അത് ആർക്കെങ്കിലും വേണ്ടിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക ഡൽഹിയിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് ഇപ്പോൾ നമുക്ക് തരുന്ന വിവരം. ഡൽഹി പാർലമെന്റിനും അതുപോലെ ഹൈക്കോടതിക്കും ഡൽഹി നിയമസഭയ്ക്കും ഉൾപ്പെടെ വലിയ തോതിൽ, ഡൽഹിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഈ ബോംബ് ഭീഷണി സന്ദേശം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നുണ്ട്. സ്കൂളുകളിലേക്കൊക്കെ വരുന്നത് വലിയ തോതിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കേണ്ട അവസ്ഥയും പോലീസ് നിരന്തരം എത്തി അവിടെ പരിശോധന നടത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഈ സ്കൂളുകൾ മാത്രമല്ല വിമാനത്താവളങ്ങളിൽ അടക്കം, അതുപോലെ തന്നെ പല സർക്കാർ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളുടെ ഒരു വലിയ തോതിലുള്ള പ്രശ്നം ഈ ഒരു ഭീഷണി സന്ദേശങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ഒരു പരാതി സൈബർ പോലീസിനും അതുപോലെ തന്നെ ഡൽഹി പോലീസിനും നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം ആരംഭിച്ചതും സൈബർ തലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും അന്വേഷണം നടന്ന് ഈ മൈസൂരിലെ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇയാളുടെ പക്കൽ നിന്നും സിം കാർഡുകളുടെ വലിയൊരു ശേഖരം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുക ഇവിടെ ഡൽഹിയിൽ എത്തിച്ച ശേഷമായിരിക്കും. അതിനുശേഷം മറ്റ് നടപടികളെ കുറിച്ച് ചിന്തിക്കുകയും നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഡൽഹി പോലീസ് മാത്രമായിരിക്കും ചോദ്യം ചെയ്യുക, അതല്ല മറ്റ് അന്വേഷണ ഏജൻസികൾ കൂടി ചോദ്യം ചെയ്യും. കാരണം വലിയ വ്യാപ്തിയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതും പലയിടങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും എല്ലാം കേന്ദ്രങ്ങളും എയർപോർട്ടുകളും പാർലമെന്റും കേന്ദ്രീകരിച്ചടക്കം ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. പലതും ഖാലിസ്ഥാനി എന്നുള്ള ടാഗുകൾ കൂടി ഉണ്ടായിരുന്നു ആ ഒരു ഭീഷണി സന്ദേശങ്ങളെല്ലാം തന്നെ. അത് പഞ്ചാബ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, തെക്കേ ഇന്ത്യയിലടക്കം പലയിടങ്ങളിലും ഇതേ രീതിയിലുള്ള ഒരേ പാറ്റേണിലുള്ള ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത്. എന്തായാലും ആ ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിലുള്ള ആളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ് ഡൽഹിയിൽ എത്തിയ ശേഷം പ്രധാനപ്പെട്ടും അവർ നടത്താൻ പോകുന്ന കാര്യം. ശരി, എന്തായാലും 1100-ലധികം വ്യാജ ബോംബ് ഭീഷണി എന്ന് പറയുമ്പോൾ വരും മണിക്കൂറിൽ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശങ്കയുണ്ടാക്കി. അതിലേറെ പല സേനകളെ, പോലീസ് അടക്കം ഇങ്ങനെ ഒരു സന്ദേശം വരുമ്പോൾ അവരെല്ലാം അവരുടെ സമയം മെനക്കെടുത്തലാണ്. ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ട അവരുടെ സമയത്തെ വെറും ഒരു വ്യാജ സന്ദേശത്തിന്റെ പുറത്ത്, എവിടെയോ ഇരുന്ന് ഇയാൾ അയച്ച സന്ദേശങ്ങളുടെ പുറത്ത് എത്രയോ പേരുടെ അധ്വാനമാണ് വെറുതെ ആയത്. അങ്ങനെ വലിയ മെനക്കേടുണ്ടാക്കിയ ആളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.